അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷൈൻ പി ഇബ്രാഹിം എന്നാണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എൻ്റെ ഒരു സംശയം കേട്ടോ, അദ്ദേഹത്തിൻ്റെ സംശയമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പറഞ്ഞു ജിന്നിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മളെ ജിന്നാണെന്ന് അറിയാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ മനുഷ്യനായിരിക്കാം, ആ രീതിയിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അപ്പം തന്നെ ജിന്നാണ് നമ്മൾ കരുതുന്നത് എന്തിനാണ്. അപ്പോൾ ഈ പറയുന്ന ലേഖനത്തിൻ്റെ ഈ കണ്ടൻറ് അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം എടുത്ത് ചോദിക്കുന്നത്. പിന്നെ അടുത്ത ഇതുമായിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലേഖനം ഇറങ്ങിയതിന് ശേഷം ഇത് തിരുത്താനായിട്ട് ഹുസൈൻ സലഫി അടക്കം ആളുകൾ ചെല്ലുകയും ജബ്ബാർ മൗലവിയായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് സക്രിയ സലാഹി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലേഖനത്തിൽ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല, അതെല്ലാം കറക്റ്റാണ്, നമ്മുടെ ആദർശങ്ങൾ പഴയ പോലെ തന്നെ ഈ ജബ്ബാർ മൗലവി എഴുതിയതാണെങ്കിൽ അത് എന്തിന് തിരുത്താനായിട്ട് ഹുസൈൻ സലഫി നിർബന്ധിതനായി കൃത്യമായിട്ട് ചെന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം എഴുതിയത് 100% ശരിയാണ്, അതിൽ യാതൊരു അബദ്ധവുമില്ല, ഒരു സൂക്ഷ്മതക്കുറവുമില്ല. എന്നാൽ 2007 മുതൽ മർക്കസുൽ ദഅ്വ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നാട് മുഴുവൻ ഫിത്നയുണ്ടാക്കാൻ ശ്രമിച്ചു. ലേഖനം എന്താണ് എന്നോ വിശദാംശങ്ങൾ എന്താണ് എന്നൊന്നും പറയാതെ ഈ വാചകം മാത്രം എടുത്തു കൊടുത്തുകൊണ്ട് അത് നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും ആളുകൾക്കിടയിൽ വലിയ ഒരു ഫിത്നയ്ക്ക് നിമിത്തമായി മാറുകയും ചെയ്തപ്പോൾ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ ചെന്നിട്ടുണ്ട്. പക്ഷേ മൗലവി അവിടെ കൃത്യമായി പലത് തിരുത്തേണ്ട ആവശ്യമില്ല, എഴുതിയത് ക്ലിയറാണ്, ഇതിൽ അബദ്ധം പറ്റിയിട്ടില്ല, സൂക്ഷ്മതക്കുറവില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അത് ആ നിലക്ക് തന്നെ ബോധ്യപ്പെട്ട് പോരുകയുമാണ് ചെയ്തത്. അനസ് മൗലവിയും പോയിട്ടുണ്ട് ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ. അന്ന് വിശദീകരണം കേട്ടപ്പോൾ അനസ് മൗലവി പറഞ്ഞു, എൻ്റെ ഖഫാ നീങ്ങി. ഖഫാ പറഞ്ഞാൽ എൻ്റെ ഒരു അവ്യക്തത അത് നീങ്ങി എന്നാണ് അനസ് മൗലവി അന്ന് അതേക്കുറിച്ച് പ്രതികരിച്ചത്. എന്നിട്ടാണ് 2012 എൻ്റെ ഓർമ്മ, ആലപ്പുഴയിൽ വെച്ച് അവിടുത്തെ ഒരു വിജ്ഞാനവേദിയിൽ ജബ്ബാർ മൗലവിയെ സാക്ഷിയാക്കി, ജബ്ബാർ മൗലവി വേദിയിലുണ്ട്, ഞാനും അന്ന് വേദിയിലുണ്ട്, അങ്ങനെ ജബ്ബാർ മൗലവിയെ സാക്ഷിയാക്കിക്കൊണ്ട് അനസ് മൗലവി അവിടുന്ന് പ്രഖ്യാപിച്ചു ഇതിൽ യാതൊരു അബദ്ധവുമില്ല. ആ പ്രഖ്യാപനം നമ്മൾ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു, ഒരബദ്ധവുമില്ല. അതുമാണ് ക്ലിപ്പുണ്ടല്ലേ, ഒന്ന് കേൾപ്പിക്കാം. നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ, വ്യക്തമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. മാലിക് സലഫി പറഞ്ഞല്ലോ, ദുരുദ്ദേശത്തോടുണ്ടെങ്കിൽ മാത്രമേ ഇത് പിന്നെയും ചോദിക്കുള്ളൂ. അതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇനി അവിടെ സഹോദരന് വേണ്ടി ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ ഒന്ന് സഹായിക്കാമോ, വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാലും ശിർക്കാണ് എന്ന് പറയണമെന്നാണല്ലോ ഇപ്പോൾ സിരി ടവറിൽ നിന്ന് പ്രഖ്യാപിച്ചത്. താങ്കളും ഇവിടെ അതാണല്ലോ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ശിർക്കാകുന്നു എന്ന് മാലിക് സലഫി ഒരു വ്യക്തത ആവശ്യപ്പെട്ടു. അപ്പോൾ താങ്കൾ പറഞ്ഞത് അല്ല സൃഷ്ടാവാണ്, അല്ല ഗായിബാണ്, ജിന്ന് സൃഷ്ടിയാണ്, ജിന്ന് ഗായിബാണ്, അതുകൊണ്ട് ഈ തേട്ടം ഗായിബായ തേട്ടമാണ്, അതിനാൽ ശിർക്കാണ്. എങ്കിൽ ഗായിബായ തേട്ടം മാത്രമല്ല ശിർക്കാവുക, ഗായിബായ പ്രതീക്ഷയും ശിർക്കാവും, ഗായിബായ ഭയവും ശിർക്കാവും. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണമെങ്കിൽ എന്നെ സഹായിക്കും എന്നൊരു വിശ്വാസം വേണമല്ലോ, ആ വിശ്വാസം ശിർക്കാവണം. വെളിച്ചം തരും എന്ന പ്രതീക്ഷ ശിർക്കാവണം. ആ ജിന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കും എന്ന വിശ്വാസം ശിർക്കാവണം. ആ ജിന്ന് എന്നെ കാണും എന്ന വിശ്വാസം ശിർക്കാവണം. കിടക്ക ഗായിബാണല്ലോ. ഗായിബായ നിലയ്ക്ക് കാണാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ, ഗായിബായ നിലയ്ക്ക് നമുക്ക് കേൾക്കാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ, ഗായിബായ നിലയ്ക്ക് സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ.
ഗായിബായ നിലയ്ക്ക് ദോഷം വരുത്താൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. അപ്പം തേട്ടം മാത്രമല്ല, ഒരു തേട്ടം ശിർക്കാകുന്നിടത്ത് അതിന് പിറകെ വിശ്വാസവും ശിർക്കാവും. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും സഹോദരൻ സ്വസ്ഥമായി ഈ ലേഖനം പൂർണ്ണമായും അത് വായിക്കണം എന്ന് ഒന്നുകൂടെ ഉപദേശിക്കുന്നു. മാത്രമല്ല ഇസ്ലാഹി മാസികയിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും ചെയ്തു ഏപ്രിൽ 2007. പത്താദിയുടെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ വിശദീകരണം കൊടുത്തു. നമ്മൾ ഈ നിലക്ക് ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇതിന് എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഒക്കെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുമുണ്ട്. മാത്രവുമല്ല ഹുസൈൻ സലഫി തന്നെ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. തിരുത്താൻ പോയത് എന്തിനാണ്, അത് എന്തുദ്ദേശത്തിലായിരുന്നു എന്നൊക്കെ പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുമുണ്ട്. എന്താണെങ്കിലും അൽഹംദുലില്ലാഹ് കാര്യം വ്യക്തമാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ സഹോദരൻ ചോദിച്ചത് ജിന്നിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റൂല, കാണാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് ഇപ്പം നിഗമനം ഉണ്ടാവുക? അത് നമ്മൾ പറഞ്ഞ സാധാരണഗതിയിൽ നമ്മളാരും ഇന്നേ വരെ ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, ഞങ്ങളാരും ഒരു ജിന്നിനെ കണ്ടിട്ടില്ല, ഞങ്ങളാരും മനസ്സിൽ ഒരു ജിന്നിനെ വിചാരിച്ചുകൊണ്ട് നടക്കാറുമില്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ശബ്ദം കേൾക്കുമ്പോഴേക്ക് അത് ജിന്നായിരിക്കും എന്ന് ഞങ്ങൾക്കാർക്കും തോന്നലുമില്ല. എന്നാൽ വേറെ ചില മനുഷ്യന്മാർക്ക് ഇപ്പോൾ എന്ത് കേട്ടാലും അത് ജിന്നാണ് ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഈ കൂടി പോയാലും അവിടെ ജിന്നുണ്ടാകും, എല്ലാ സ്ഥലത്തും ജിന്ന് വിചാരിച്ച മനുഷ്യന്മാരുണ്ട്. ഞങ്ങളാരും ഇന്നേ വരെ ജീവിതത്തിൽ ജിന്നിനെ കണ്ടിട്ടില്ല, ജിന്നിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, കേട്ട ശബ്ദമൊക്കെ ജിന്നിൻ്റെ ശബ്ദമാകത്ത് തോന്നിയിട്ടുമില്ല. അതാണ് മുജാഹിദുകളുടെ സവിശേഷത. അതിനർത്ഥം കേൾക്കാൻ കഴിയില്ല എന്നല്ല, കേൾക്കാം, ഒരു പക്ഷേ കാണാൻ പറ്റിയേക്കാം, രൂപം മാറി വന്നാൽ മറ്റു രൂപങ്ങൾ വന്നാലൊക്കെ കാണാൻ പറ്റിയത് വേറെ കാര്യം, നമ്മളാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഏതായിരുന്നാലും മറ്റു ചോദ്യകർത്താക്കളുണ്ട്, അവരിലേക്ക് നമുക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ ചോദിക്കാൻ ഇൻഷാല്ലാ. പിന്നെ ചോദിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോഴിച്ചനയിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ ഷിർക്കായതും വസീലത്തുലുള്ള ഷിർക്കായതിനും ധാരാളം ആയത്തുകളുണ്ട്, ഷിർക്കായതിന് ഇയ്യാക്കന അബുദു ഇയ്യാക്കന നസ്തഈൻ എന്ന ആയത്ത് മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് അൻആമിലെ 129 ആയത്ത് ഓതിയത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്, അതിന് മുമ്പായിട്ട് ഒരുപാട് ആയത്തുകളെന്ന് പറഞ്ഞല്ലോ, 1-2 ആയത്തുകൾ കൂടി ഒന്ന് ഓതിയാൽ വസീലത്തുൽ ഷിർക്കിന് തെളിവായിട്ട് ഓതിയാൽ അൽഹംദുലില്ലാ നമുക്ക് പഠിക്കാനായിട്ടാണ് കേട്ടോ. അത് സംവാദത്തിൽ തന്നെ ഉണ്ട്, അത് കേട്ടാൽ കൃത്യമായി മനസ്സിലാവും. 4 ആയത്ത് മൊത്തോടെ പറഞ്ഞു. അത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി, പഠിക്കാനാണല്ലോ. അപ്പോൾ ആ സംവാദം കേട്ടാൽ കൃത്യമായി പഠിയും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം.